ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഇടാൻ പോകുന്ന വീഡിയോ എൻ്റെ കൂട്ടുകാരൻ്റെ വീട്ടിലെ മത്സ്യബന്ധനം, അവൻ്റെ കുളത്തിലെ മത്സ്യബന്ധനവും ഇവിടുത്തെ ചെടികളുമാണ്. അതിസുന്ദരമായ വീഡിയോ ആയിരിക്കും തീർച്ചയായിട്ടും ഇത്. നിങ്ങൾ പൂർണ്ണമായിട്ട് ഈ വീഡിയോ കാണണേ. നന്നായിട്ട് നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിലാണ് ഈ വീഡിയോ അവതരിപ്പിച്ചിരിക്കുന്നത്. നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. തുടർന്ന് കാണുക. ഇവിടെ ഇഷ്ടംപോലെ ബൊഗെയിൻവില്ലയാണ്. ബൊഗെയിൻവില്ല മമ്മിയുടെ ഒരു പ്രാന്താണ്. മമ്മി ഭയങ്കര ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ചെടികളെയാണ്. മമ്മിയുടെ വീട്ടിൽ മുഴുവൻ ചെടികളാണ്. ഒരുപാട് വെറൈറ്റി ബൊഗെയിൻവില്ല ഇവിടെയുണ്ട്. ബൊഗെയിൻവില്ലയുടെ ഒരു സാമ്രാജ്യം തന്നെയാണ് ഇവിടെ. പല പല കളറ്, പല പല രീതിയിലുള്ള ബൊഗെയിൻവില്ലകളുണ്ട്. നല്ല കട്ടിയായ ചുവപ്പ് കളറുള്ള ബൊഗെയിൻവില്ല. പിന്നെ മുകളിലോട്ട് നോക്കിയാൽ എല്ലാം ഇഷ്ടംപോലെ ചെടികളാണ്. മമ്മി ചെടിയോട് ഭയങ്കര ഇഷ്ടമുള്ള ആളാണ്. പല രീതിയിലുള്ള ബൊഗെയിൻവില്ലയുടെ സീസൺ ആയതുകൊണ്ടാണ് ബൊഗെയിൻവില്ലാണിവിടെ. മറ്റു ചെടികളും ഇഷ്ടംപോലെയുണ്ട്. നോക്കൂ, ഒത്തിരി ചെടികളാണ്. ഇവിടുന്ന് ഞാൻ കുറച്ച് എനിക്ക് ആവശ്യമുള്ള പറിച്ചുകൊണ്ട് പോകും. മമ്മി എൻ്റെ കയ്യിലുള്ള ചെടി എടുത്തുകൊണ്ട് പോകും. ഇതൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഗിവ് ആൻഡ് ടേക്ക് എന്ന് പറഞ്ഞ പോലെ ചെയ്യുന്നതാണ്. ഇഷ്ടംപോലെ വെറൈറ്റി ബൊഗെയിൻവില്ല ഉണ്ട് കേട്ടോ. നല്ലൊരു പൂന്തോട്ടം എന്ന് തന്നെ പറയാം. മമ്മിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സംഗതിയാണ് ചെടികൾ. ഇവിടെ നന്നായിട്ട് പരിപാലിക്കുകയും ചെയ്യുന്നുണ്ട്. നമ്മളിതുപോലെ ശ്രദ്ധിക്കുന്നുണ്ട്. തുടർന്ന് നമുക്ക് നല്ല വീഡിയോകളാണ് കാണാൻ പോകുന്നത്. നമ്മൾ കുളത്തിലെ മീൻപിടുത്തമാണ് ഈ കാണാൻ പോകുന്നത്. നമ്മുടെ അവിടെ ഒരു കുളമുണ്ട് കൂട്ടുകാരുടെ വീട്ടിൽ. വലിയൊരു കുളമാണ്. ഇഷ്ടംപോലെ മീൻ ഉണ്ടാകുമെന്ന് വിചാരിക്കുന്നു. അവിടെ പോയി നമുക്ക് നോക്കാൻ കിട്ടുമോ ഇല്ലയോ എന്നുള്ളത് എങ്ങനെ ഉണ്ടാകും നമുക്കറിയില്ല. പോവാം. അങ്ങോട്ട് പോകുന്ന വഴിയാണ് ജാതിയൊക്കെ നിൽക്കുന്നു. നല്ലൊരു ആംബിയൻസ് ഉള്ള സ്ഥലത്തൂടെയാണ് പോകുന്നത് കുളത്തിലേക്ക്. അടിപൊളി കുളമാണ് എത്തിയിരിക്കുന്നത്. തുടർന്ന് കാണുക. കുളത്ത് ഇഷ്ടംപോലെ മീൻ ഉണ്ടാകേണ്ടതാണ്. നമുക്ക് ലക്കുണ്ടാക്കി കിട്ടും. തൊഴിലൊന്നറിയില്ല. എന്തായാലും ശ്രമിച്ചു നോക്കാം. ഉടമ്പന് വന്ന് ചൂണ്ടയിട്ടാൽ പോലെ. നല്ലൊരു ദിവസം എൻജോയ് ചെയ്യാം. ഈ സാധനം നമ്മൾ ഡെക്കാത്തലോണിൽ നിന്ന് വാങ്ങിയ ഇരിക്കാൻ പറ്റുന്ന കസേരയാണ്. ചൂണ്ടക്കാർക്കൊക്കെ പോകുമ്പോൾ ചൂണ്ടയിടാൻ നല്ല സാധനമാണ്. ചൂണ്ടയിടാൻ നേരത്തെ ഇരിക്കുക. 500 രൂപ വിലയേ ഉള്ളൂ. ഡെക്കാത്തലോണിൽ കിട്ടാൻ 2 വർഷം വാറണ്ടിയുണ്ട്. അത്യാവശ്യം ചൂണ്ടയിടാനൊക്കെ നമുക്ക് കാൽമുട്ട് വേദന ഇല്ലാതിരിക്കാം. ഇത് സാധാരണ സ്റ്റിക്ക് കേട്ടോ. ഡബിൾ സ്റ്റിക്കായിട്ട് വെക്കുമ്പോൾ ചെറുതായിട്ട് വെക്കാം. ജോയിന്റ് ചെയ്താൽ മാത്രം മതി. സാധാരണ നമ്മുടെ ചൂണ്ടയാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ചെറിയ കുളത്തും ഒരു മയിൽപ്പീലി തണ്ടാണ് പണ്ടി കിടക്കുന്നത്. അതിനെ കൊണ്ട് ചേർത്ത് വെച്ച് നമ്മൾ സെറ്റ് ചെയ്തേക്കുന്നത്. വളരെ സിമ്പിളായിട്ട് ചെയ്തേക്കുന്നുണ്ട്. ചെറിയ ചെറിയ കുളങ്ങളിൽ നമുക്ക് പോകുമ്പോഴാണ് ലൂറും ഫ്രീഡും ഒന്നും വേണ്ട ആവശ്യമില്ല. ഈ സ്റ്റിക്ക് മാത്രം മതി. സ്റ്റിക്ക് അത്യാവശ്യം മുഴുവൻ മീനൊക്കെ പിടിക്കാം. അത്ര ലെങ്തും ഉണ്ട്. മയിൽപ്പീലി തണ്ടുള്ളത് കൊണ്ട് പൊങ്ങായിട്ട് നമുക്ക് ഉപയോഗിക്കുകയും ചെയ്യാം. നല്ലതായിട്ട് മീൻ കിട്ടുന്നതാണ്. നമ്മൾ സമയം കിട്ടുമ്പോഴൊക്കെ മീൻ പിടുത്തത്തിന് എവിടെയൊക്കെ പോകുന്നതാണ്. തുടർന്നുള്ള വീഡിയോകൾ കാണുക. മീൻ കിട്ടുന്നുണ്ടോ ഇല്ലയോ നോക്കുക. മൈദാമാവാടുന്ന വെള്ളത്തിൽ മൈദാമാവ് കുഴിച്ചിട്ട് വേറെ എസൻസും ചേർത്തിട്ടില്ല. മൈദാമാവ് മാത്രം കുഴിച്ചിടുന്നേ ഉള്ളൂ. നേരത്തെ ഞങ്ങൾ ഇതിനകത്തുനിന്ന് പിടിച്ചിട്ട് ഓപ്പും കട്ടിലൊക്കെ പിടിച്ചിട്ടുള്ള ഇപ്പോഴത്തെ നിന്ന്. ഇപ്പോൾ മീനുണ്ടോ ഇല്ലയോ എന്നുള്ളത് കുറേ ആയിട്ട് ഞങ്ങൾ വന്നിട്ടിട്ടില്ല. ഇതിലും കിട്ടുമെന്ന് വിചാരിക്കുന്നു. ശ്രമിച്ച് നോക്കാം. എവിടെ ഉണ്ടെന്ന് നോക്കട്ടെ. ഒരുപാട് താഴ്ചയില്ല കേട്ടോ. അങ്ങോട്ട് മാറിയാൽ താഴ്ചയുണ്ട്. അതുകൊണ്ട് ഇടുന്ന ഭാഗത്ത് വലിയ താഴ്ചയില്ല. എന്നാലും നേരത്തെ ഞങ്ങൾക്ക് സിലോപ്പിയായ അങ്ങനെയുള്ള മീനുകളൊക്കെ ഇതിനകത്ത് കിട്ടിയിട്ടുണ്ട്. പുല്ലനുണ്ട്. പുല്ലെന്ന് നമ്മൾ കോട്ടയംകാർ പുല്ലെന്ന് പറയും. നിങ്ങളെന്ന് മമ്മിയുണ്ട് ഇവിടെ. ഓണമ്മയും മോള് ബക്കറ്റൊക്കെ എടുത്തുകൊണ്ട് വരുന്ന മീൻ കിട്ടുമോ അതായതില്ല. വലിയ പ്രതീക്ഷയിൽ പരിപാടിക്കും വരും മീൻ വന്ന് പോയി. ശശി മേസ്ത്രിയായി അങ്ങോട്ട് പോയത് കൊണ്ട് വാളിപ്പോയി വലി. ഇത് കിട്ടി. ഇത് കിട്ടി. മുമ്പ് ഭയങ്കര സൈസാണ് കിട്ടിയത്. പക്ഷെ ഈ പ്രാവശ്യം ചെറുതായിട്ട് എങ്കിലും കുഴപ്പമില്ല. ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യും. മോളെ ചകലം വെള്ളം എടുക്കും. മോളെ ഞാൻ എടുക്കണോ? ചകലം വെള്ളം ഞാൻ ബക്കറ്റിനകത്തിട്ട്. കണ്ട ഞാൻ എൻ്റെ മമ്മിയും കൊണ്ട് ഇനി മമ്മിയെ കൂടെ ചൂണ്ടിയിട്ട് പോയി പിടിക്കും. അതെപ്പോൾ പിടിച്ചെന്ന് ചോദിച്ചാൽ മതി. പോകത്തില്ല. മമ്മിക്ക് എത്ര തീക്ഷ്ണമായ ആഗ്രഹത്തിൽ നിൽക്കുകയാണ്. ഒരെണ്ണം പോയി. അങ്ങനെ ഞങ്ങൾ വെള്ളത്തിലോട്ട് ഇടുന്നു. അവനവിടെ കിടക്കാം. മര്യാദയ്ക്ക് അവിടെ കിടന്നോണം. വേറെ മീൻ വരാണ്ടുള്ളതാണ്. ഇങ്കാരൊന്നും കാണിക്കരുത് കേട്ടോ. വീണ്ടും മത്സ്യബന്ധനത്തിന്റെ മറ്റൊരു ലെവലിലേക്ക് പോകണം. മുളമ കുറച്ച് നേരമായിട്ട് ചൂണ്ടയിടുന്നു. ഒന്നും കിട്ടിയിട്ടില്ല. മുളമയ്ക്ക് കിട്ടാൻ ചാൻസ് ഇല്ല. അന്ന് കിട്ടിയ ആ മീനെല്ലാം തീർന്നല്ലോ. ഇത് പുതിയ മീൻ വേണ്ടേ? പറമ്പിൽ കിടക്കുന്ന മീൻ അമ്മയ്ക്കും കിട്ടി. മീൻ ഞങ്ങള് കണ്ടോ മീൻ വേണം.
കൊത്തിരിക്കുന്നു. മോനു ഇല്ല കായ് സുഹൃത്തുക്കളെ ഒന്ന് കാണാൻ. കൊത്തുന്നു വലിച്ചോണ്ട് പോടാ വലിക്കടാ വലിച്ച്. ചെറിയ മീനാട്ടോ. അത് നമ്മൾ വിടണോ? മമ്മി പറയുന്നത് ഇത് വിടണ്ട, നമുക്ക് എടുക്കാം എന്നാണ് പറഞ്ഞത്. നമ്മൾ പറ്റിയില്ലെങ്കിൽ ഇത് ഇപ്പോൾ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. ഇത് എടുത്തുന്നേ ഉള്ളൂ. നമ്മൾ വലിയ മീൻ കിട്ടുന്നതനുസരിച്ച് ഇതിനെ തിരിച്ചു വിടും. ഞങ്ങൾക്ക് ഇനി ഇവന്മാർ വലുതായി വന്നിട്ട് പിന്നെ പിടിക്കാമല്ലോ. അവിടെ കിടക്കടാ. അമ്മ വഹിക്കുന്നത് വാളിപ്പോവും. നഞ്ഞ മമ്മി ഇട്ടു. മമ്മി അടുപ്പിടാൻ പോവാം. താഴെ വീഴരുത്. കുഴപ്പമോ ഇരിക്കാൻ പോകണം. ഇപ്പൊ ഞാൻ നിലവിൽ ഇനി എന്റെ ചൂണ്ട മമ്മി ഏൽപ്പിക്കുകയാണ്. ഇനി മമ്മിയാണ് മീൻ പിടിക്കുന്നത്. മമ്മിക്ക് മീൻ കിട്ടുമോ നമുക്ക് നോക്കാമല്ലോ. കയ്യെ പിടിച്ച പതുക്കെ ഇറങ്ങിയാൽ മതി. ശ്രദ്ധിച്ചിറങ്ങണേ. ഇവിടെ താഴെ നിന്നാ കല്ല കയറണ്ട. അവിടെ വന്നിട്ട് ഇടട്ടെ. റെഡി? ഇച്ചിടെ നീക്കി അങ്ങോട്ട്. ദൂരെ. അടിപൊളി. മമ്മി വീണിട്ടുണ്ട്. മമ്മിയും മോളമ്മയും തമ്മിലുള്ള മത്സരം ഇവിടെ നടക്കാൻ പോകുന്നത്. ആർക്ക് മീൻ കിട്ടും, ആർക്ക് ഊത്തും. മമ്മിയുടെ ചൂണ്ട വലിച്ചുകൊണ്ട് പോവില്ലയോ നമുക്ക് നോക്കാം. കിട്ടുമായിരിക്കും എന്ന് വിചാരിക്കാം. കിട്ടട്ടെ. കൊത്തട്ടെ. ആർക്കും രണ്ടുപേർക്ക് കൂത്തുന്നില്ല. കുറേ നേരമായിട്ട് കൂത്തുന്നില്ല. നോക്ക്. തുടങ്ങി. എപ്പോഴും വലിക്കരുത്. ഞാൻ പറയുന്നത് വലിക്കാവുള്ളൂ. മമ്മിക്ക് ട്രെയിനിങ്ങാ, കോച്ചിങ് ക്യാമ്പാ മമ്മിയുടെ. ഞാൻ പറയുമ്പോൾ വലിക്കാവുള്ളൂ മമ്മി കേട്ടോ. മൂളോട് ഒറ്റ വലിയ വലിക്കണേ. അങ്ങനെയാണ് മീൻ പിടിക്കുന്നത്. മമ്മി വലിയ അത് പോരെ മമ്മി. പാളിപ്പോയി. ഞങ്ങളെ ചൂണ്ടയെടുത്ത് മമ്മി പരാജയപ്പെട്ടിരിക്കുന്നു. വീണ്ടും ഞാൻ തന്നെ ആ സ്ഥാനം ഏറ്റെടുക്കുകയാണ്. റിലീസ് ചെയ്യാം. അല്ലല്ല, അത് വേണ്ട. നമുക്ക് തീരെ ചെയ്തത്. അത് നമുക്കൊരു അത്യാവശ്യ സൈസ് ഉണ്ടെന്നാലും ഇട്ടേക്കാം. പോയി വളർന്ന് ഒരുതിയ മീനായിട്ട് വരിക. കമോ സൈസ് സാധനം വേറെ സൈസ് സാധനം മോളം പിടിച്ചേക്കുന്നത്. അത്ഭുതകരമായ ഒരു മീൻ എന്ന് പറഞ്ഞ് പറയാൻ പറ്റത്തില്ല. അത്യാവശ്യം നമ്മൾ കിട്ടിയതിനകത്തൊരു അത്യാവശ്യം വലുത്. ഇതിനേക്കാളും വലുത് ഞങ്ങൾ പിടിക്കും കേട്ടോ. ഇതുക്കും നേരെ എന്ത് ചോദിച്ചില്ലേലും കുട്ടി കൊടുക്കണ ചക്കട മെനക്കേടുണ്ട്. കുഞ്ഞു കൊടുത്താട്ടോ. കൊടുത്തു കഴിഞ്ഞാൽ തീരെ ചെറിയൊരു പള്ളത്തിൽ കൊടുത്താട്ടേക്കണേ. ഇവനാണ് താരം. ഇതിനെ വീണ്ടും പടത്തിടുന്നു. ഒരു മീൻ കിട്ടിയിരിക്കുന്നു. ഇത് കണ്ട എന്റെ കൊച്ചിന് കിട്ടിയ മീൻ. കൊച്ചിനും കിട്ടിയ മീൻ. ഇപ്പോഴാണ് താഴെ പോയി. ഇതിനെ പിടിച്ചിരുന്നു. പിടിക്കൂട്ടി അടുത്ത മീൻ പിടിക്കുക. മോള് വലിക്കരി. പൊളിച്ച് അടിപൊളി. മോളൂസിനെ ഒരു പിടിച്ചേക്കുന്ന ഭയങ്കര മീൻ. അങ്ങനെ ഒരു മീനെ കൂടെ പിടിച്ചേക്കാണ്. അടിപൊളി മീനാണ്. നോക്കൊരു വലിയ മീനോട് കിട്ടിയിരിക്കുന്നത്. 1/2 കിലോ ഒന്നുമില്ല. പറഞ്ഞാൽ തള്ളായി പോവും. മോളമ്മയ്ക്കും കിട്ടിയിരിക്കുന്ന മീൻ. ചെറുതോ വലുതോ ഒന്നും അറിയത്തില്ല. അത്യാവശ്യം വലുതാണോ? അത്യാവശ്യം നല്ല മീനാണ്. നല്ല വലിപ്പമുള്ള മീനാണ്. അത്യാവശ്യം ഇന്ന് ഞങ്ങളൊരു 5-10 കിലോ മീൻ പിടിക്കണം എന്ന് ആഗ്രഹിക്കുന്നു. എത്ര മീൻ കിട്ടുമെന്ന് അറിയില്ല. നോക്കട്ടെ. ഞങ്ങളുടെ കുഞ്ഞു സന്തോഷങ്ങളാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോയിൽ എന്തെങ്കിലും കമൻറ്റ് ഇടാനുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇടേണ്ടതാണ് കേട്ടോ. ഞങ്ങൾ മമ്മി, മോളമ്മയും ഞാനും പിള്ളേരൂടെ കൂടി ഒരു ഞായറാഴ്ച അടിച്ചു പൊളിക്കുന്നു. ഞങ്ങൾ നിൽക്കുന്ന ലൊക്കേഷൻ നോക്കുക. എത്ര അതിമനോഹരമായ ആംബിയൻസ് ആണെന്ന് നോക്കി. തീർച്ചയായിട്ടും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് തോന്നുന്നു. നല്ലൊരു കാടിൻ്റെ മനോഹാരിത. കോട്ടയം ടൗണിൽ നിന്ന് 7 കിലോമീറ്ററേ ഉള്ളൂ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത്. ഇത് നമ്മൾ പെരുമ്പായ്ക്കാട് എന്ന് പറയുന്ന സ്ഥലത്താണ്. പാറമ്പുഴ നമ്മുടെ ഒരു കുഴിയാലിപ്പടി എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ നിൽക്കുന്നത്. നല്ല അതിമനോഹരമായ ഒരു ദിവസമാണ് ഞങ്ങൾക്ക് ഇന്ന് ഇതിലൂടെ നിങ്ങൾക്ക് കാണിക്കാൻ സാധിക്കുന്നത്. ആലോചിച്ച് നോക്കുക. എത്ര സുന്ദരമായ ഒരു ദിവസം വൈകുന്നേരങ്ങളിൽ അടിച്ചു പൊളിക്കാൻ. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങൾ കമൻറ്റ് ചെയ്യുക. ഞങ്ങൾ ഈ സ്ഥലം പറയുന്നതായിരിക്കും. നിങ്ങൾക്ക് വരാം, ചൂണ്ടയിടാം, മീൻ പിടിക്കാം.
ഒരു പ്രശ്നവുമില്ല. നമുക്കൊരു ദിവസം എൻജോയ് ചെയ്ത് പോകാൻ പറ്റുന്ന സ്ഥലമാണ്. വീണ്ടും മോളമ്മയ്ക്ക് ഒരു മീനോട് കിട്ടിയിരിക്കുകയാണ്. മോനു വീഴിയ ചൂണ്ടയിടുന്നുണ്ട്. മോനുവിന് കാര്യമായിട്ടൊരു മനപ്രജ്ഞാട്ടമുണ്ട്. മോനിന് ഒത്തുന്നില്ല. കിട്ടുമായിരിക്കാം എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. കിട്ടൂടാ, ഒന്നും പേടിക്കണ്ട, കിട്ടിയിരിക്കും. അങ്ങനെ മോനും പിടിച്ചിരിക്കുന്ന ഒരു മീൻ ചെറുതാണ്, എന്നാലും അവനും കിട്ടി ഒരു മീൻ. നോക്കട്ടെ അവിടെ എത്ര കണ്ട് വലിപ്പമുണ്ടോ നോക്കട്ടെ. ചെറുതാണ് എന്ന് ഞാൻ പറഞ്ഞാലും അത്യാവശ്യം വേണേ അതിനെയും വിടാം എന്നുള്ളൂ. ഞങ്ങൾ ഏറ്റവും അവസാനം ഒരു വെള്ളത്തിലിടുന്നത്. ചെറിയ മീനാണെങ്കിൽ ഞാൻ തിരിച്ചങ്ങ് വിട്ടേക്കും, കാരണം അത് വളർന്നു വരട്ടെ. വലിയ മീനുണ്ടോ ഇല്ല കേട്ടോ, നല്ല വലിയ മീനുണ്ട്. 1/2 കിലോ വരെ തൂക്കം വരുന്ന സിലോപ്പിയ അങ്ങനെയുള്ള മീനുകൾ ഉണ്ടെന്നുള്ളതാണ് ധാരണ. കിട്ടിയില്ല, നോക്കട്ടെ. എനിവേ ഇത് ഞാൻ വീണ്ടും പറയുന്നു, അടിപൊളി ആംബിയൻസ് ഉള്ള സ്ഥലം കേട്ടോ. ആംബിയൻസ് ആണ് എൻ്റെ ഏറ്റവും വലിയ സംഗതി. രസകരമായ കോട്ടയം ജില്ലയിലെ ഏറ്റവും സുന്ദരമായ സ്ഥലം എന്ന് വേണമെങ്കിൽ പറയാം. പെരുമ്പായ്ക്കാട് വില്ലേജാണ്. ഇതിൻ്റെ ഒരു ആംബിയൻസ്, ഒരു നാച്ചുറാലിറ്റി, ഒരു രീതിയിലുള്ള ഒരു കൃത്രിമവും ഇല്ലാത്ത ഒരു പച്ചയായ ഗ്രാമം. അവിടുത്തെ സാധാരണക്കാരായ ഞങ്ങളെപ്പോലെ ആൾക്കാർ വീട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ഗായ്സ്, ഞങ്ങൾ മുളം പൊടിച്ചൊരു മീൻ ആയിട്ട് എടുക്കാൻ പോവുകയാണ്. മീനൊന്നുമല്ല, ചെറിയ മീനാണ്. എന്നാലും അത്യാവശ്യം ഒരു 1/4 കിലോയ്ക്ക് 5-6 മീൻ തൂക്കേണ്ട വരുമായിരിക്കും. മോളൂടെ പിടിച്ചാണ്. എൻ്റെ ഒരു മീൻ മോൻ പിടിച്ചുകൊണ്ട് അത് ചെറിയ ഒരു മിനിറ്റ്, ഒറ്റ സെക്കൻഡ് പിടിച്ച മീനിട്ടുണ്ട്. മോനാണ് അവിടുത്തെ ഫിഷ്. ഗൈസ് നോക്കുക, മമ്മി ഒരു മീൻ പിടിക്കാൻ. അടിപൊളി മീൻ. അങ്ങനെ മമ്മിയും പിടിച്ചിരിക്കുന്നത് വെടിക്കെട്ടൊരു മീൻ. സൂപ്പർ അടിപൊളി മീനാണ് പിടിച്ചേക്കുന്നത്. മമ്മിക്കും കിട്ടി മീൻ. അങ്ങനെ എല്ലാവർക്കും മീൻ കിട്ടിയോടെ മമ്മിക്കൊരു മീൻ കിട്ടിയിരിക്കുന്നത്. പതുക്കെ മമ്മി ശ്രദ്ധിച്ച് കയറണേ വീടിൻ്റെ. ഗായ്സ്, അടുത്ത മീനും കിട്ടിയിരിക്കുകയാണ്. അവിടെ വലിയ ഭയങ്കര മീൻ ഇതുവരെ കിട്ടിയിട്ടുണ്ട്. ഞങ്ങൾക്ക് വലിയ മീനിനകത്ത് കിട്ടുമെന്നാണ് പ്രതീക്ഷ. മോൻ അവിടെ എഴുതുന്നുണ്ട്. മോൻ പരാജയമാണ് ടോട്ടലി. ഒരു കുഞ്ഞു മീനെങ്ങാണ്ട് കിട്ടിയ സംഗതിയേ ഉള്ളൂ. നിലവിൽ കിട്ടുമായിരിക്കും. ഓക്കെ, നോക്കട്ടെ. ഗായ്സ്, ഒരു വലിയ മീനൂടെ മോളമ്മ കിട്ടിയത്. അത്യാവശ്യം ഒരു 100 ഗ്രാം അടുത്തുണ്ടാവുമായിരിക്കും. 100 മുകളിൽ കാണുമായിരിക്കും. നോക്കട്ടെ, അടുത്ത മീൻ പിടിക്കും. വെടിക്കെട്ട് വീടെ എന്താ കാര്യമല്ല, മുഷി. ഗായ്സ് നോക്ക് ഗായ്സ്, ഇതുവരെ കിട്ടാത്ത, നമ്മുടെ നാട്ടിൽ ഇല്ലാത്ത മീൻ, നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സംഗതിയാണ് മുഷി. നമ്മുടെ ഈ കുളത്തിലുണ്ട് എന്നുള്ളത് തെളിയിക്കാൻ ഇച്ചിരി മുന്നേ പൊക്കിക്കട. വെടിക്കെട്ട് മീനാണ്. നോക്കുക, അടിപൊളി മുഷിയാണ്. മുഷി എവിടെയുണ്ട്? മുഷി നഷ്ടപ്പെട്ടിട്ടില്ല. നമ്മളെ അന്യം തിന്നുപോയ മത്സ്യമായിട്ടാണ് ഈ മുഷിയെ കാണുന്നത്. ഒന്നുകൂടെ സൂം ചെയ്ത് കാണിച്ചു തരാം. മുഷിയുടെ ഒരു മുഷി എന്നല്ല, മുഷിയുടെ നോക്കൂ. പാടപ്പൊടി ഇതുണ്ടോ? ഇത് കാര്യമല്ല കേട്ടോ, ഇത് മുഷി എന്ന് പറഞ്ഞ മീനാണ്. നമുക്ക് ഇല്ലാത്ത നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു മത്സ്യമാണ്. മോളമ്മ വേറൊരു മീൻ പിടിച്ചിരിക്കുന്നു. ഇത് എന്ത് ലെവലടി. സിലോപ്പിയുടെ ഒരു മുഴുത്ത സിലോപ്പിയ പിടിച്ചിരിക്കുന്നു. അത്യാവശ്യം എല്ലാ മീനുകളും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. നമുക്ക് നോക്കാം, ഇനി കാണാം, പുതിയ മീനുകളെല്ലാം കാണാം. തീർച്ചയായിട്ടും വീണ്ടും പറയുന്നു, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇങ്ങനെയുള്ള മീൻ പിടിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കോട്ടയം വരിക, ഞങ്ങളുടെ കമൻറ്റിനകത്ത് ഇടുക. നിങ്ങൾക്കൊരു ഞായറാഴ്ച എൻജോയ് ചെയ്യാൻ പൊളിയായിരിക്കും ഈ സ്ഥലം. തീർച്ചയായിട്ടും വരിക. ഇതിന് പ്രത്യേകിച്ച് ചാർജൊന്നുമില്ല കേട്ടോ. നിങ്ങൾ വരിക, ഞങ്ങളുമായിട്ട് കൂടുക, ബന്ധപ്പെടുക. ഞങ്ങളുടെ മമ്മിയാണ് താരം. ഞങ്ങൾ ചെറിയ മീനുകളെ എല്ലാം തന്നെ റിലീസ് ചെയ്യാണ്. മോളാണ് റിലീസ് ചെയ്യുന്നത്. മോള് ചെറിയ മീനുകളെ അതിലോട്ട് വിടുകയാണ്. ആഹാ, അടിപൊളി. ചെറിയ മീൻ വളർന്നു വരട്ടെ, വലിയ മീനായി വരട്ടെ. ഓക്കെ, നോക്കിയാൽ ഈ പൂർലി ആംബിയൻസ് അല്ലേ നമ്മുടെ പ്രകൃതിയുടെ, കേരളത്തിൻ്റെ പച്ചപ്പും ഹരിതാവും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കി എത്ര രസമാണ്, എത്ര സുന്ദരമാണ് നമ്മുടെ നാട്. ആലോചിച്ച് നോക്കിയത് ഇത്രയുണ്ടോ? അത്ര വിശാലമായ സ്ഥലത്തു നിന്നാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത്. നമുക്ക് മീനെ അതുകൊണ്ട് എത്ര കണ്ട് സുന്ദരമായ കാഴ്ചകളാണ് നിങ്ങൾക്ക് ഞങ്ങൾ തന്നിരിക്കുന്നതെന്ന് നോക്കുക.
അപ്പോൾ നമ്മൾ ചെറിയ മീനുകളെല്ലാം വിടുന്നൊന്ന് ഇട്ടേക്കാം. കാരണം ചെറിയ മീനുകൾ വീണ്ടും വളർന്നു വരണ്ടാണല്ലോ. പൊടിക്കെട്ടായിട്ട് നമുക്ക് കിട്ടിയേക്കുന്നുണ്ട്. നിലവിലെ വീഡിയോ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനെ വിട്ട് കളയും. ചെറിയ മീനുകളൊന്നും എടുക്കുന്നില്ല, വലിയ മീനെ മാത്രമേ എടുക്കുള്ളൂ. ഓക്കെ, താങ്ക് യു. ഫിനിഷിംഗ് ആയി. ഞങ്ങൾ പിടിച്ച മീനുകളെയാണ് കാണിക്കുന്നത്. അത്യാവശ്യം നല്ല ഇഷ്ടം പോലെ മീൻ കിട്ടിയിട്ടുണ്ടെന്ന് എന്നാണ് ഞങ്ങളുടെ വിചാരം. നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അത്യാവശ്യം നല്ല മീനുകൾ ഇഷ്ടംപോലെ മീനെ കിട്ടിയിട്ടുണ്ടല്ലോ. അതിനകത്ത് ചെറിയ മീനുകൾ നമ്മൾ എടുക്കുന്നില്ല. ചൂണ്ടയിട്ടാണെങ്കിലും ചെറിയ മീനുകളെ തിരിച്ചു വിടാമല്ലോ, നമുക്കതിനെ പിന്നീട് പിടിക്കാം. അപ്പോൾ ഇതിനകത്ത് ചെറിയ മീനുകളെ മമ്മി ആൻറ്റി കൂടെ തിരിച്ചെടുക്കുന്നതായിരിക്കും. ആൻറ്റി മമ്മിയാണ് തിരിഞ്ഞെടുത്ത് ബക്കറ്റിലാക്കുന്നു. മുളയെ ബക്കറ്റിനകത്ത് വെള്ളം ഒഴിച്ച് അപ്പോൾ നമ്മളെടുത്തുകൊണ്ട് ഈ ചെറിയ വലിയ മീനുകളെ മാത്രമേ എടുക്കുന്നുള്ളൂ. അതിനകത്തൊരു മുഷിയുണ്ട്. ഞാൻ പറയുന്നത് മുഷി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇപ്പം വംശനാശം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ മീനാണത്. നമ്മുടെ കേരളത്തിൽ വളരെ വളരെ ശരിക്കും പറയാൻ കിട്ടത്തില്ല അങ്ങനെ മീനെ. ഇല്ല എന്ന് തന്നെ പറയാം. ഇത് കാരിയല്ല കേട്ടോ. കാരി എന്ന് പറഞ്ഞ മീനല്ലത്. ഇത് മുഷിയാണ്. മുഷി ഒന്നുകൂടെ മോനെ ഒന്ന് കാണിച്ചിടാം. ഒന്നുകൂടെ കാണിക്കാം. മുഷി ഇത് വലുതാകുന്നതാണ്. പക്ഷേ ഇത്രയും സൈസ് മോൻ്റെ കൈയാണ് കിട്ടുന്നത്. ഓക്കെ, അങ്ങനെ മുഷിയെ പറ്റിയൊരു ധാരണ അവർ കൊടുത്തില്ലേ. കാരിയല്ല കേട്ടോ, മുള്ളില്ല. അതിൻ്റെ ചിറക് നോക്കുക. കാരിക്ക് ഇനി അത്രയും വലിയ ചിറകല്ല. അപ്പോൾ നല്ല ടേസ്റ്റി മീനാണ്. പക്ഷേ നമ്മുടെ നാട്ടിലില്ല. അപ്പോൾ നിലവിൽ ഇത് എടുത്തുകൊണ്ടിരിക്കുന്നത് ചെറിയ മീനുകളെല്ലാം നമ്മൾ ഡിസ്പോസ് ചെയ്യും. വീണ്ടും പെറുക്കിയിടുന്നത് മമ്മി ആൻറ്റിയുടെ കൂടി പെറുക്കിയിടുന്നു. തിരിച്ച് കുഞ്ഞു മീനുകളെ ഉപേക്ഷിച്ചിട്ട് മുളകയുണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കുക. നല്ല വീണ്ടൊരു നോക്കി ഇതുണ്ടോ, മാങ്ങയൊക്കെ വളരെ മനോഹരമായിട്ട് കണ്ണിമാങ്ങ ഉണ്ടാകുന്ന സമയം കേട്ടോ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ആഗ്രഹമുണ്ടോ കണ്ണിമാങ്ങ ഒരെണ്ണം കഴിക്കാൻ? സൂപ്പർ ചക്ക ഉണ്ടായിട്ടുണ്ട് മമ്മി. മമ്മി പറഞ്ഞ് ചക്ക ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ടോ. ചക്ക കാണിക്കാൻ പറ്റുന്നതാണെങ്കിൽ തീർച്ചയായിട്ടും കാണിക്കുന്നതാണ്. ശരിക്കും തീർച്ചയായിട്ടും കാണിക്കാം. ഫെബ്രുവരി മാസത്ത് ചക്ക ഉണ്ടാക്കി കിടക്കുന്ന നോക്കിയേ. ഈ ഫെബ്രുവരിയിൽ 2025 ഫെബ്രുവരിയിലെ ചക്ക അത്യാവശ്യം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ. മുകളിലോട്ടൊക്കെ ആണെങ്കിൽ കണ്ടമാനം ഉണ്ടായിട്ടുണ്ട്. ഇതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ പറിച്ചെടുക്കുന്ന സമയത്ത് ഇടുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും നല്ല നല്ല വീഡിയോകൾ എടുക്കുവാൻ ഞങ്ങളെ പ്രചോദനം ഉണ്ടാകുന്നതാണ്. ഇത് നോക്കുക. തീർച്ചയായിട്ടും പിള്ളേർ മീൻ എടുത്തിട്ടുകൊണ്ടിരിക്കുകയാണ്. മമ്മി വെള്ളം ചിരിച്ചുകൊണ്ടിരുന്ന ചെടിയെല്ലാം നനയ്ക്കാം. മമ്മിക്ക് ചെടിയാണ് മമ്മിയുടെ വലിയ പ്രാന്ത്. അപ്പോൾ നിലവിൽ ഈ പിള്ളേർ മീനെ പെടുത്തിക്കൊണ്ടിരിക്കുന്നു. ചെറിയ മീനുകളെല്ലാം വിട്ടിട്ട് വലിയ മീനുകളെ മാത്രമേ ഞങ്ങൾ എടുക്കുന്നുള്ളൂ.